ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പൂജാമുറി ആരായി കോലത്തിലാക്കിയത്? ഓ അതോ, അത് ഞാൻ പറഞ്ഞില്ലേ, അവളുമാരുടെ ഓട്ടവും ചാട്ടവും ഒക്കെ. അതിനിടയ്ക്ക് എന്തോ കുസൃതി ഒപ്പിച്ചിട്ട് പ്രിയങ്ക കയറി ഇതിനകത്ത് ഒളിച്ചിരുന്നു. ഇതിനകത്തോ? ആ അത് ശ്യാമയുടെ കാറാ. ശ്യാമ നമ്മളെ കാണാൻ പാടില്ല. രാധിക മോള് ഒരു സ്ത്രീയോടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോ മോള് പറഞ്ഞത് സത്യമായിരിക്കും. വണ്ടി ഒന്ന് നിർത്തിയേ. അതാരാ മോളെ? അത് ഞാൻ മാഡത്തിനോട് പറഞ്ഞില്ലേ, ഒരു സ്ത്രീയെ പറ്റി. അവരാ അത്. അപ്പം മോള് പറഞ്ഞതൊക്കെ? അല്ല, അവരുടെ കാര്യ. ഞാൻ മാഡം പറഞ്ഞതൊക്കെ അവരോട് പറഞ്ഞു. ഞാൻ സമാധാനിപ്പിച്ചു. നല്ല സന്തോഷത്തിൽ അവര് പോയത്. അല്ല, മാഡം എങ്ങോട്ടാ? അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. മോള് കാറി കയറിക്കോ, ഞാൻ വീടിന് മുമ്പിൽ ഇറക്കാം. അല്ല മാഡം, ഞാൻ ക്ലാസ്സിലേക്ക് തിരികെ പോയിട്ട്. കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. മോള് കയറിക്കോ. മോള് എന്നോട് കള്ളം പറയാണോ? ആ സ്ത്രീ മാഡം എന്നെ പിന്തുടർന്ന് വന്നതാണോ? മാഡത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ? യശോദേ, യശോദേ, ഇവിടെ ആരുമില്ലേ? ഇന്നിവിടെ വരും വന്നിരുന്നോ? ചോദിച്ചത് കേട്ടില്ലേ? വന്നിരുന്നു. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ബഹളം എന്തെങ്കിലും? എന്ത് ബഹളം? അല്ല എടാ, അതിനാരാ ഇവിടെ ബഹളം വെക്കുന്നേ? അല്ല, അപ്പുറത്തെ മേനോൻ ചേട്ടൻ പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ ബഹളം കെട്ടായി തോന്നിയെന്ന്. അതോ, അത് പ്രിയങ്കയും രാധികയും വരണും കൂടിയാ ഇങ്ങോട്ട് വന്നത്. എടാ, അവര് പിള്ളേരല്ലേ. ഓ, എന്തായിരുന്നു ഇവിടെ ചിരിയും ബഹളവും ഓട്ടവും പാച്ചിലും ഒക്കെ. ഓ, അതായിരുന്നു കാര്യം. ആ മേനോൻ അയൽപ്പക്കത്തേക്ക് ചെവി തിരിച്ചു വെക്കുന്നത് ഇത്തിരി കൂടുതലാണ്. അയാള് കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. അയാളുടെ ചോദ്യങ്ങൾ കേട്ടപ്പോ ഞാനങ്ങ് മറന്നുപോയി.
ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? കൊരഞ്ഞും ബഹളം വെച്ചും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോ? യശോദേ, മോനെ. യശോദേ, യശോദേ, ദാ വരുന്നു. ഇതെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? പൂജാമുറി ആരാ ഈ കോലത്തിലാക്കിയത്? ഓ അതോ, അത് ഞാൻ പറഞ്ഞില്ലേ, അവളുമാരുടെ ഓട്ടവും ചാട്ടവും ഒക്കെ. അതിനിടയ്ക്ക് എന്തോ കുസൃതി ഒപ്പിച്ചിട്ട് പ്രിയങ്ക കയറി ഇതിനകത്ത് ഒളിച്ചിരുന്നു. ഇതിനകത്തോ? ആ പിന്നെ ഇവിടുന്ന് അവര് രണ്ടുപേരും പ്രിയങ്ക വലിച്ചെടുക്കുകയും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിട്ടേനെ. ഞാനും ശ്രദ്ധിച്ചില്ല ദേവേട്ട. ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കാം. ആ ഞാൻ എന്തായാലും പിള്ളേരൊന്ന് വിളിക്കട്ടെ. എന്തിന്? അത് വേണ്ട. അവരിവിടെ വന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഒന്ന് വിളിച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കിക്കളെ. അവരെന്തോ പുറത്തു പോകുന്നെന്നും പറഞ്ഞാ ഇവിടുന്ന് പോയത്. ഇനിയിപ്പോ അതിനിടയിൽ വിളിച്ച് ചോദിക്കാനൊന്നും നിക്കണ്ട. നാളെ ഇപ്പോ യശോദ അങ്ങോട്ട് വിളിക്കുമല്ലോ. അത് മതി ദേവേട്ട. അല്ലെങ്കിൽ ഇനിയിപ്പോ അവര് പുറത്തെങ്ങാനും നടക്കുന്നതിന് നമ്മൾ ടെൻഷനായിട്ടാന്ന് വിചാരിക്കും. ഒന്ന് പോയി എന്നറിഞ്ഞപ്പോ കാണാൻ പറ്റത്തില്ലൊരു സങ്കടം ഉണ്ടേ. ആ, താൻ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ശരിയാക്കിട്ട് വാ. സാമുൽ. ഹലോ സാമുൽ. ആ പ്രിയങ്ക, താനിപ്പോ ഫ്രീ ആണോ? അതെ, പറഞ്ഞോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? നല്ല ഉഗ്രം ബാനറാ. ഹിറ്റുകൾ ഉണ്ടാക്കിയ ഡയറക്ടർ ജഗദീഷ്. പ്രിയങ്ക കേട്ടിട്ടില്ലേ? ഉണ്ട്, കേട്ടിട്ടുണ്ട്. ഒരു തമിഴ് മൂവിയാ. കേരള പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു മൂവിയാ. ഹീറോയിൻ നമ്മുടെ കേരള ഗ്രാമീണ പശ്ചാത്തലത്തിലെ ഒരാളായിരിക്കും. അതാണ് അവരുടെ ആകെ ഡിമാൻഡ്. ഞാൻ റെഡിയാ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവര് ഫോട്ടോഷൂട്ട് വെച്ചിരിക്കുന്നത് നാളെയാ. നാളെ RJ ഓഡിറ്റോറിയത്തിൽ എത്താൻ പറ്റുമോ? ഞാൻ വരാം. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. സെലക്ട് ചെയ്യപ്പെട്ട പിന്നെ കോളിവുഡിലേക്ക് ഒരു എൻട്രി ആയിരിക്കും.